എന്നിട്ട് ഈ ഡോക്ടർ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വിഷമിച്ച് ലിഫ്റ്റിൽ ഇറങ്ങി താഴോട്ട് പോവാം. താഴെ ചെന്ന് ഈ ഡോറ് തുറക്കുന്നത് മെയിൻ ഡോക്ടറിൻ്റെ മുന്നിലോട്ടാണ്. അപ്പം ഞാൻ ആ ഡോക്ടർ എനിക്ക് 1 മിനിറ്റ് ഒന്ന് സംസാരിക്കണമെന്ന്. അപ്പോൾ ആൾ ധൃതിക്ക് പോവുക വേറെ ഏതോ ഓപ്പറേഷൻ്റെ കാര്യത്തിന്. ആൾ എന്നോട് പറഞ്ഞു, മോൾ എൻ്റെ കൂടെ ലിഫ്റ്റിൽ കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ ലിഫ്റ്റിൽ കയറിയിട്ട് ഞാൻ ആ ലിഫ്റ്റിൽ വെച്ചിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, അന്ന് എനിക്ക് കരച്ചിൽ വന്നില്ല, എനിക്ക് സങ്കടം വന്നില്ല, എനിക്ക് എവിടെ നിന്ന് ഇത്രയും ധൈര്യം വന്നു എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ അനിയനാണിത്, ആള് എൻ്റെ അനിയനാണ്, അപ്പം അടുത്ത എന്താ? അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞു, ഇല്ല ഇനി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഡോക്ടേഴ്സാണ്, അപ്പോൾ അവരിതുപോലത്തെ ഒരുപാട് കേസ് കണ്ട് അവർക്ക് മരച്ചിരിക്കുന്നവരവരൊന്നും ഇല്ല ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇല്ലടോ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത്രയും റിസ്ക് ഉള്ള ഒരു കാര്യം ഞങ്ങൾ ചെയ്തിട്ട് നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയാലും നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല, എൻ്റെ അനിയൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഒരിക്കലും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അന്ന് എന്നെ കണ്ടപ്പോൾ ഇതിലും ചെറുതാ, അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അത് മോളെപ്പോലെ ഒരു കുഞ്ഞുകുട്ടി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, വലിയ ആൾക്കാരെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഇത്ര വയസ്സുണ്ട്, ഞാനൊരു ടീച്ചറാണ്, ഇവൻ്റെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് ഞാനാണ്, ഞാനാ പറയണം ചെയ്യണം എന്ന് പറഞ്ഞു.